ഹായ് ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഇന്നൊരു പോട്ടിംഗ് വീഡിയോ ആണ്. വേറൊന്നുമല്ല, ഞാൻ നമ്മുടെ ഹാങ്ങിങ്ങിൻ്റെ പോട്ടുകളെല്ലാം ഊരി. അപ്പം വിചാരിച്ചു പുതിയ പോട്ടിങ്സ് റെഡിയാക്കി ചെടിയൊക്കെ നടന്നു നിങ്ങളെ കൂടെ കാണിക്കാമെന്ന്. അപ്പം കണ്ടാലോ. പോട്ടിങ് ചെയ്യാനായിട്ട് നമ്മൾ മണ്ണൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട്. മണ്ണ്, ചാരം, അതുപോലെ കുറച്ച് മുട്ടത്തോട്, പിന്നെ ഞാൻ ചെടികൾക്ക് ഒരു വളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ വളവും അതുപോലെ തന്നെ അതാണ്ട് നമ്മുടെ കൊന്നയുടെ ഇല, ഏറ്റവും നല്ല വളമാണ് കൊന്നയുടെ ഇല. പിന്നെ ഞാൻ നമ്മുടെ ചട്ടിക്ക് താഴെ വെക്കുന്നത് തൊണ്ടാണ്. തൊണ്ടും കല്ലും വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് പഴയ ചട്ടിയാണ്, ബാക്കി 2 ചട്ടി പൊട്ടിപ്പോയി. പിന്നെ പുതിയതാണ്ട് ചെറിയ 3-4 പോട്ടും കൂടെ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതെല്ലാം സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ വളം. ഇതും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കും. അപ്പം നമ്മൾ വളം ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അതിന് കുറച്ച് വളം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ചേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം വെച്ചിട്ട് വീണ്ടും കുറേശ്ശെ ചെടികളുടെ നടുക്കിട്ട് കൊടുക്കാതെ നമ്മൾ എന്താ പറയുക, സൈഡിലായിട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് നമ്മുടെ ചെടിയിൽ ഉണ്ടായിരുന്ന പഴയ മണ്ണും അതുപോലെ തന്നെ പുതിയതായിട്ട് മണ്ണ് എടുത്തതും, പിന്നെ ചാരം, മുട്ടത്തോടുണ്ടായിരുന്നു, അതും എല്ലാം കൂടിയാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. നമ്മളിപ്പോൾ എടുത്ത വളം ഇതെല്ലാം കൂടാണ്. എനിക്ക് 3 റോസായും വെക്കാനായിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനും കൂടാണ് ഞാനിത് കൂട്ടിയെടുക്കുന്നത്. നമ്മൾ മുട്ടത്തോട് എടുത്ത് വെക്കുമേ, ഉപയോഗിച്ചതിന് ശേഷം അത് കഴുകി നമ്മൾ ഉണക്കി എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പോട്ടിങ്ങിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ്. ഞാൻ ഓൾറെഡി മാസത്തിലൊരു വട്ടമായിട്ട് ചെടികൾക്കൊക്കെ എന്താ പറയുക, പൊടിച്ചിട്ട് അതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പം ഇതിനകത്ത് ചേർക്കുമ്പം വെറുതെ കൈയിട്ട് പൊടിച്ച് ചേർക്കുക ചെയ്യുന്നുള്ളൂ കേട്ടോ. നമ്മൾ വേണ്ട മണ്ണിളക്കിക്കൊണ്ടിരുന്ന സമയത്ത് നമുക്ക് വേണ്ട നമ്മുടെ മണ്ണിൽ വേണ്ട ഒരാളെ കൂടെ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ മണ്ണിനകത്ത് വേണ്ടതാണ്. ആർക്കും പറഞ്ഞു തരണ്ടെന്ന് എനിക്കറിയാം. ചെടികൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇതുപോലെ എന്തായാലും ചെയ്യുന്ന ആൾക്കാരായിരിക്കുമല്ലോ. ഞാൻ കുറേ പേരുടെ വീഡിയോ കാണാറുണ്ട്. അവരൊക്കെ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. അവളുടെ ഹസ്ബൻഡ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ നമ്മുടെ ഫേസ്ബുക്കിൽ ഫ്രണ്ട്സായ 2-3 ആൾക്കാരിങ്ങനെ പല രീതിയിൽ ഈ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കി ചെടികളൊക്കെ നടുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ രീതിയിലും അതുപോലെ തന്നെ ചാണകമൊക്കെ ഇട്ട് കൊടുക്കും. അതിപ്പോൾ ഇട്ട് കൊടുക്കത്തില്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ ഇട്ട് കൊടുക്കത്തുള്ളൂ. അതുപോലെ എല്ലുപൊടി എല്ലാം ഇട്ട് കൊടുക്കണം. എന്നാലേ നമുക്ക് ചെടികളൊക്കെ നന്നായിട്ട് പൂവിടത്തുള്ളൂ. നമുക്ക് ഈ ഒരു വളം ഇട്ട് കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ പൂക്കളുണ്ടാകും നമ്മുടെ ചെടികളിൽ. എനിക്ക് റോസായാണ് അങ്ങനെ നല്ല രീതിയിൽ പിടിച്ച് കിട്ടാത്തത്. ബാക്കിയെല്ലാം ഞാൻ വെച്ചിട്ടുള്ള ചെടികളെല്ലാം എനിക്ക് പിടിച്ച് കിട്ടുന്നതാണ്. അപ്പം നമ്മുടെ മിക്സൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് റെഡിയാക്കാം. അതിന് ആദ്യം ഒരു പോട്ട് ഞാൻ റെഡിയാക്കുന്നത് കാണിച്ചു തരാവേ. അവിടെ ഒരു പോട്ട് എടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 2-3 കട്ടയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാനായിട്ടാണ്. പിന്നെ അതിൽ ഞാൻ വെക്കുന്നത് തൊണ്ട് വെക്കുന്നത്. ഹാങ്ങിങ് ബോട്ടിനകത്ത് എപ്പോഴും വെള്ളം ഒഴിക്കാൻ നോക്കത്തില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി തൊണ്ട അധികം വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എപ്പോഴും ഈർപ്പം കാണും വെള്ളത്തിൻ്റെ. ഗ്ലൗസ് ഇട്ടേക്കുന്നതുകൊണ്ട് നമ്മുടെ എന്താ പറയുക, ഗ്ലൗസ് ഇട്ടേക്കുന്നതുകൊണ്ട് ചകിരിയെല്ലാം നമ്മുടെ കയ്യിലോട്ട് പറ്റുന്നുണ്ട്. ഗ്ലൗസ് ഇട്ട് തന്നെ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇച്ചിരി ഇട്ട് കൊടുക്കുന്നത് കൊന്നയുടെ ഇലയാണ്.
അടിയിലശത്ത് നന്നായിട്ട് ഇത് കൊന്നയുടെ എല്ലാം ഉണങ്ങിയതും പച്ചയും അതുപോലെ അല്ലാതെ കരിയിലകളൊക്കെ ഉണ്ടെങ്കിൽ അതും ചെയ്യാം. എനിക്കിപ്പോൾ കരിയിലെല്ലാം തീർന്നിരിക്കുകയാണ്. ഞാൻ നമ്മുടെ എന്താ പറയുക, കഴിഞ്ഞ ദിവസം കുറച്ച് പച്ചക്കറിയൊക്കെ നട്ടപ്പം അതിനകത്ത് എല്ലാം കൂടി ഇട്ടത് കൊണ്ടിപ്പം ഈ പച്ചക്കരിയില മാത്രമേ, നമ്മുടെ ഉണക്കക്കരിയിലായിട്ടുള്ളതൊന്നും കിട്ടിയിട്ടില്ല. ഇനി നമ്മുടെ മിക്സ് ഇട്ട് കൊടുക്കാം. ഒരുപാടൊന്നും ഇട്ട് കൊടുക്കണ്ട, ഒരു 3/4 പാത്രം ഇട്ട് കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് നമ്മൾ ഇതിൽ നടുന്നത് എന്താണോ അത് നട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ വേണ്ടത്രയേ ഉള്ളൂ. ഇനി നട്ടിട്ട് എല്ലാം കൂടെ ഞാൻ വീഡിയോ കാണിക്കാം കേട്ടോ. പോട്ടെല്ലാം നിറച്ച് ചെടിയൊക്കെ നട്ടിട്ടുണ്ട്. ഹാങ്ങിങ് പോട്ട് ഞാനിപ്പം ഓൾറെഡി 2 എണ്ണം തൂക്കിയിട്ടു. അത് കൂടാതെ 6 എണ്ണം കൂടെ നിറച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് ഏതൊക്കെ ചെടിയാണെന്ന് മനസ്സിലായവ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചെടിയുടെയൊക്കെ പേര് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇത് ഇനി ഹാങ് ചെയ്തിടാം. ഹാങ് ചെയ്തിട്ടിട്ട് കാണിക്കാം. ഒരാൾ ഹാങ് ചെയ്തു, അടുത്ത ആൾ ഇതാണ്, പിന്നുള്ളത് അടുത്തത് ഇതാണ്. അങ്ങനെ ഈ സൈഡിൽ 3 എണ്ണമാണ് ഇട്ടേ. 4ാമത്തെ ആളിതാണ്, 5ാമത്തെ ആളിതാണ്, 6ാമത്തെ ആൾ തൂക്കിയിട്ടിട്ടുണ്ടത് വളർന്ന് വരുമ്പോഴേ അറിയത്തുള്ളൂ. ചെറിയൊരു ലീഫ് മാത്രമേ ഇടത്തുള്ളൂ. പിന്നുള്ള ഒരാളിതാണ്, പിന്നൊരാൾ അങ്ങറ്റത്ത് കിടക്കുന്നു. അപ്പോൾ ഇത്രയും പേരേ ഉള്ളൂ. അപ്പോൾ ഇനി ഇവരെല്ലാം വളർന്നിറങ്ങി കഴിയുമ്പോൾ ഉള്ള വീഡിയോ അടുത്ത പാട്ടിൽ ചെയ്യാം.